ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, നോക്കൂ, കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരിടത്തും യാത്രകളോ മറ്റോ ഒന്നും പോകാറില്ല. ഇപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണാഘോഷ പരിപാടി നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ വാ ഗൈസ്, പോവാം. അപ്പോൾ ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. ഇതിന് പുറകുവശത്തൂടി നമുക്ക് പോകാം. ഗൈസ് നോക്കൂ, ഉറിയടിക്ക് വേണ്ടിയിട്ടുള്ള ഉറിയൊക്കെ തൂക്കിയിട്ടേക്കുവാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റേജൊക്കെ പൂർത്തിയായി. അനിലേട്ടാ, ഗുഡ് മോർണിംഗ്. വ്ളോഗ് ആണ്. ഓണാശംസകൾ. കുമാരേട്ടാ, വ്ളോഗ് എടുക്കുവാണ്. ഓണാശംസകൾ. ഗൈസ് നോക്കൂ, സ്റ്റേജൊക്കെ റെഡിയായി. ഓണം സെലിബ്രേഷൻ എല്ലാം നമ്മുടെ അനിലേട്ടൻ്റെ കളിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിലും അനിലേട്ടൻ്റെ കൈകളാണ്. പുള്ളിയാണ് ഓൾ ഇൻ ഓൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ തീക്കനൽ സിൽവ ഉണ്ട് ഇവിടെ. എടാ ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചാ? എല്ലാവരും വന്ന ആൾക്കാരൊക്കെ വന്നാ? നോക്കട്ടെ. ശ്രാവ ഗുഡ് മോർണിംഗ്. വാ, ഓടിയോ. ഗായ്സ് നോക്കൂ, ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടെ പൂവൊക്കെ റെഡിയാണ് അത്ത ഇടാൻ വേണ്ടി. ഗോകുലേട്ടാ ഹായ് ആണെങ്കിൽ ഓണാശംസകൾ. അതിന് മുന്നേ ഒരു കാര്യം, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ വിവോയുടെ സെയിൽസ് പ്രൊമോട്ടറായിട്ട് ഈ പോത്തീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളും മറ്റ് വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളവിടെ അത്തപ്പൂടാൻ തുടങ്ങുവാണ്. ശ്രീകുട്ടനാണ്. ശ്രീകുട്ട നോക്കിയാണ്. നമ്മുടെ ടൈൽസ് ഇട്ട് തറയായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ചോക്കിട്ട് വരയുകയാണ്, അല്ലെങ്കിൽ സാധനം മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ്. ഇന്നതാ പറഞ്ഞു എവിടെയാ? ഗൈസ് ഇവിടെ 3-4 ഫ്ലോർ ഉണ്ട്. 3-4 ഫ്ലോറിലായിട്ട് എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പരിപാടി തുടങ്ങി നോക്കാം. വാ. അടിപൊളിയായിട്ട് അവർ കളിച്ചു കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫാണ്. പുള്ളിക്കാരി എനിക്കൊന്ന് നർത്തകിയാണെന്ന് തോന്നുന്നു. ഇതിലും പെർഫോമൻസ് ആയിരുന്നു. വെസ്റ്റേൺ മ്യൂസിക് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഇതിലും പെർഫോമൻസ് ആയിരുന്നു. എന്താ ഗിഫ്റ്റ് കിട്ടിയേ? ശരി. ഇവിടുത്തെ സ്റ്റാഫ് മറ്റും അവതരിപ്പിക്കുന്ന ഡാൻസും കാര്യങ്ങളും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തെന്തോ ഒരു ഡാൻസ് പരിപാടി നടക്കാൻ പോവുകയാണ്. നോക്കാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ. രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ചു ഗൈസ്. കരോക്കോ വിത്ത് മ്യൂസിക് ആയിരുന്നു. അടുത്ത പരിപാടി എന്താന്ന് നോക്കാം. അപ്പൊ തുടങ്ങാം അല്ലേ? ചുമ്മാ ഉച്ചന്തലയിൽ ഉള്ളങ്കാൽ വൈകി സുറേ കറണ്ട് പോയ നമ്മുടെ ചെറുക്കൊരു പാട്ടുപാടാം. സത്യം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. തിരുവോണാശംസകൾ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ.
എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. സമ്പൽ സമൃദ്ധിയുടെ ഓണം. ചേച്ചി ഹാപ്പി ഓണം. ചേച്ചി യൂട്യൂബ് വ്ളോഗ് എടുക്കുന്നത്. വലിയ വടമാണ്. വടംവലി മത്സരം നടക്കാൻ പോവുക. നമ്മുടെ സെക്ഷനാണ്. വടംവലി നടക്കാൻ പോവാണ്. നമ്മുടെ സെക്ഷനാണ് ഇത്. നമ്മുടെ സെക്ഷനിലെ ആൾക്കാരാണ് ഇതൊക്കെ. അപ്പുറത്ത് വേറൊരു സെക്ഷൻ ഉണ്ട്. റോസന ഇടി. Second floor ladies and third floor ladies. Ready, start, 1, 2, 3. ഇതാണ് ഗൈസ് നമ്മളിട്ട അത്തം. ഹാപ്പി ഓണം. പിന്നെ വയനാടിന് കേരളത്തിൻ്റെ ആ ഒരു പ്രതീകമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വയനാടുണ്ടായ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് കഥകളിയാണ്. പിന്നെ ഹാപ്പി ഓണം താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഉരുൾപൊട്ടലും വയനാട് ഉരുൾപൊട്ടലുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ഓണാഘോഷമൊക്കെ ബാൻ ചെയ്തേക്കുമല്ല ഇല്ല. അപ്പം നമ്മൾ അതുമായിട്ട് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറയൂ. പിന്നെ ഗൈസ് നമ്മുടെ സെക്ഷനാണ്. നമ്മുടെ ഇങ്ക കുട്ടികളാണ്. കുമാർ അണ്ണൻ, അജാസ്, സഞ്ജു, IDFC, നീതു ചേച്ചി, അനീഷ ചേച്ചി, കുമാർ അണ്ണൻ, ശ്രാവ്, എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞ എൻ്റെ പ്രേക്ഷകർ. ചേച്ചിക്ക് യൂട്യൂബിൽ ഒന്നും ഭയങ്കര ആഗ്രഹം. ചേച്ചി ഓണാശംസ എല്ലാവരും കേട്ടില്ല ഒന്നുകൂടെ. നൈക്കയിലെ ചേച്ചി നമുക്ക് ഓണാശംസകൾ തന്നില്ല. ചേച്ചി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഞാൻ പറയട്ടെ ഹാപ്പി സാർ ഒരു ഹാപ്പി ഓണം പറയട്ടെ. അഞ്ചു ചേച്ചി ഒരു ഹാപ്പി ഓണം. നോക്കൂ നമ്മുടെ സെക്യൂരിറ്റി ചേച്ചി, ഹൗസ് കീപ്പിങ്ങിലെ ചേച്ചിമാരൊക്കെ സുന്ദരി കുട്ടികളായിട്ട് നെറ്റ് സാരിയൊക്കെ കൊടുത്ത്. ചേച്ചി ഓണാശംസകൾ പറ. ഹാപ്പി ഓണം പറയാം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അശ്വതി വാടി ഒരു ഹാപ്പി ഓണം പറയട്ടോ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സ്നേഹത്തിന്റെ അതുകൂടെ പറഞ്ഞിട്ടോ. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ചേച്ചി എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറ. ചെറിയ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയാണ്. കേട്ടില്ല ഒന്നുകൂടെ. ഹാപ്പി ഓണം. എല്ലാവർക്കും നമ്മളൊരു ഹാപ്പി ഓണം ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ആസാമിലുള്ളതാണ്. നീ ഹിന്ദിയിൽ ഓണാശംസകൾ പറ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സ്നേഹത്തിന്റെ ഓണാശംസകൾ പറ. सब लोगों को ओणम का हैप्पी ओणम का बहुत बहुत बधाई है. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഇന്നൊരു സന്തോഷ ദിവസമാണ്. സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കലാണ്. അപ്പോൾ പരിപാടി കഴിയാറായി. ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് ഓണാശംസകൾ വാങ്ങിക്കാം. അവർക്ക് എടുത്തതാണ്. ചേട്ടന് ക്ലാസ് ഇട്ടിട്ട് ഹാപ്പി ഓണം പറയുന്നത്. എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഹാപ്പി ഓണം. ഷാരി നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഷാരി എല്ലാവർക്കും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബർ, കുറച്ച് പ്രേക്ഷകരുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറ. ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ. Happy Onam. എല്ലാവർക്കും ഹാപ്പി ഓണം. ചേച്ചിക്ക് വയ്യാത്തോണ്ട് സ്നേഹത്തിന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട ഓണാശംസകൾ പറ. ഹാപ്പി ഓണം. ஃபர்ஸ்ட் டைமா கேரளால ஓணம் இந்த மாதிரி எப்படி இருக்கு? செட் சாரி எல்லாம் ஃபர்ஸ்ட் டைமா? நல்லா இருக்கா?
അല്ല വിളു പേசுவீங்களா നമ്മുടെ ഇവിടുത്തെ CCTV കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പറ. Happy Onam. ചേച്ചി പറ. Happy Onam. അഭിഷേക് ഹാപ്പി ഓണം പറഞ്ഞിട്ടോ. ഹാപ്പി ഓണം. ഇതെവിടെ ലഡു ആണെന്ന് തന്നെ ഇതൊക്കെ യൂട്യൂബിൽ വരെ കേട്ടല്ല. ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ? എം ഡി വന്നു. നമ്മളെ ചെറിയ പോത്തീസ് ആണെങ്കിലും 6 മാസം ആയുള്ളൂ, പക്ഷെ നല്ല സൂപ്പർ ആയിരുന്നു. Super. പിന്നെ അടുത്ത വർഷം ഇതിനേക്കാളും നമ്മൾ പിന്നെ അല്ല സെറ്റ് ഹാപ്പി ഓണം ഹാപ്പി ഓണം. ആ ശരി. നീ ഡ്രസ് പറഞ്ഞില്ലേ? ഡ്രസ് വേണം. ശരി ശരി. മേക്കപ്പ് ഓവറായിട്ടില്ല, പറഞ്ഞെങ്കിലേ ഉള്ളൂ. പറഞ്ഞിട്ടോ. ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധമായ ഓണാശംസകൾ. ഗൈസ്, ഈ ചേച്ചിയാണ് ഡാൻസ് പെർഫോമർ. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിലുള്ള ചേച്ചി. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ടീച്ചറാണോ? ആണോ? കിട്ടില്ല ഡാൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. സീരിയസ്ലി ടീച്ചറാണോ? ഡാൻസ് ടീച്ചറാണോ? ഗൈസ്, നിങ്ങൾ കണ്ടിട്ട് കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ. ചേച്ചിയാണ് ഞാൻ ആദ്യം ഇട്ട വീഡിയോയിലുള്ളത്. ഫില്ലൻ ഡാൻസ് ആണ് ചേച്ചി. കൺഗ്രാറ്റ് ചേച്ചി. കയ്യിലെന്തുവാ? ശരി ശരി. പോയിട്ടോ പോയിട്ടോ. പ്രേക്ഷകർക്ക് ഓണാശംസകൾ പറ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. രണ്ടുപേരും പാടാൻ ബുദ്ധിമുട്ടുണ്ടോ? പാടാം. ആ പറഞ്ഞു. കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ. വ്ളോഗാണ് ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും. நான் கேட்கட்டா விஷயம் கேட்கட்டா? கேரளா ஃபர்ஸ்ட் டைமா இந்த மாதிரி ஓணம் செலிப்ரேட் பண்ணுங்க. இதுக்கு முன்னாடி ஓணம் செலிப்ரேட் பண்ணிட்டு இருக்கீங்களா? எப்படி இருக்கு? കേരളത്തിൽ ഓണം எப்படி இருக்கு? இந்த செட் சாரி, இந்த மாதிரி தோத்தி இதெல்லாம் உடுத்து எப்படி இருக்கு? உங்க ஒப்பீனியன் சொல்லுங்க. எப்பவுமே கேரளால ஓണം ഒരു വിചാരമായിട്ടൊന്നും പറ. ഗായ്സ്, അവർക്ക് ക്യാമറ പേടിയാണ്. ശരി ശരി. പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞോ. ഹാപ്പി ഓണം സല്ലേ. ഹാപ്പി ഓണം. ശരി, താങ്ക് യു. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം சொல்லுங்க. Happy Onam. ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം. കേരള ഫസ്റ്റ് ടൈം ഓണം സെലിബ്രേറ്റ് பண்றீங்க? യെസ് യെസ് ദിസ് ഈസ് ഫോർ ഫസ്റ്റ് ടൈം ഫോർ കേരള ഓണം. പൊത്തീസിലെ ഓൾ ഇൻ ഓൾ മണിമാർ சொல்லு. எல்லாருக்கும் தமிழ்ல ஒரு ஹாப்பி ஓணம் சொல்லு. மதன் அண்ட் மணிமார் எல்லாருக்கும் ஹாப்பி ஓணம் சொல்லுமா. ஹாப்பி ஓணம். எப்படி இருக்கு நம்ம பொத்தீஸ்ல ஃபர்ஸ்ட் டைமா இந்த செலிப்ரேஷன்? எப்படி பாக்குறீங்க? நல்லா இருக்கா? எனக்கு தெரியாது தமிழ் சொல்ல. சொல்லு. ഗായ്സ്, സാർ ക്യാമറ നാണോ ആള് സംസാരിക്കാൻ പാടി. സാറ് നമ്മുടെ FM ഇരിപ്പുണ്ട്. സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണം? അടിപൊളി അല്ലേ? സെറ്റ് ആയിരുന്നു. സാറ് ഗ്ലാസ് ചോദിക്കുവാണ്. ഞാൻ ഗ്ലാസ് കൊടുക്കട്ടെ? വെച്ചോ സാറ് വെച്ചോ. കലപ്പറ. ഇതാണ് നമ്മുടെ ഫ്ലോർ വരുന്നത്. ക്രോക്കറി സെക്ഷൻസ്, ഹോം അപ്ലയൻസ് എല്ലാം ഉള്ള സെക്ഷനാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മൊബൈൽ സെക്ഷൻ വരുന്നത്. നമ്മുടെ അത്തപ്പൂ കണ്ടു. പിന്നെ ഇതിന് മുകളിലുള്ള ഫ്ലോറിൽ അത്തപ്പൂ നോക്കിയിട്ട് വരാം. അഭിരാമി ഇങ്ങ് വന്നാണ്. നീ അത്തപ്പൂ ഇട്ടല്ലേ? നീയല്ലേ അത്തപ്പൂവിൻ്റെ ഹെഡ്? രേഷ്മ എന്തോ ഒരു കളിയടി, രക്ഷയില്ല. കിട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഒരു ഓണാശംസകൾ പറയാമോ പ്രേക്ഷകർ? ചേച്ചി യൂട്യൂബ് വീഡിയോ എടുക്കുവാണ്. എല്ലാവർക്കും ഒരു ഓണാശംസകൾ പറയും. ഓടണം എന്തിനാ? ഗൈസ്, സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴും ഇവരൊരു കൺസെപ്റ്റ് വെച്ചാണ് വരച്ചേക്കുന്നത്. അകത്ത് കഥകളിയും അപ്പുറത്ത് പോത്തീസിൻ്റെ ഒക്കെ വെച്ചിട്ട് ഒരു കോമൺലി വരുന്ന ഒരു അകത്തൊരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അത്തപ്പൂവാണ് ചെയ്തേക്കുന്നത്. ഇനി തേടിൽ കൂടെ ചെന്ന് നോക്കിയിട്ട് വരാം. ചേച്ചി, കിട്ടില്ല പെർഫോമൻസ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കളിച്ചു. കൂടെ കളിച്ചവരൊക്കെ ഇവിടെ. അവർക്ക് ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഹാപ്പി ഓണം. അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം. താങ്ക് യു. നമ്മുടെ കസ്റ്റമർ കെയറിലെ ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. ഏതില്ല? കുഴപ്പമില്ല, ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും എടുത്തു. ചേച്ചി മേടിക്കണ്ട, എല്ലാവരുടെയും എടുത്ത് പറഞ്ഞു. ഐശ്വര്യത്തിന്റെയും ചേച്ചി പറയണ്ട, ചേച്ചി പേടിച്ച് നിൽക്കുക. ചേച്ചി പറയാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നോക്കാം, പറഞ്ഞു. പിന്നെ നമ്മളിപ്പം തേർഡ് ഫ്ലോറിൽ വന്നേക്കുവാണ്. തേർഡിൽ വന്നപ്പോഴും അവർ കൺസെപ്റ്റ് നടുക്ക് പോത്തീസ് വെച്ചിട്ട് ഉള്ള ഒരു കൺസെപ്റ്റാണ്. തേർഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇനി ഫോർത്തിലും കൂടെ ചെന്ന് നോക്കിയിട്ട് അങ്ങനെ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിരിക്കുവാണ്. ഇത് നൈസ് വർക്കാണ്. അവർ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ദാരി ചെയ്ത കേട്ടോ. അണ്ണാ, ദാരി നിങ്ങളൊക്കെ തന്നെയാണോ ചെയ്തത്? കിട്ടില്ല കേട്ടോ, സൂപ്പർ, നന്നായിട്ടുണ്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഇതിലുണ്ട്. കഥകളിയുടെയും അത്തമൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല പെർഫോമൻസ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ അത്തമാണ്. ഇവർ അത്യാവശ്യം അതിനകത്ത് കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടില്ല ഒരു അത്തം ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ചേട്ടന്മാരാണ്. ചേട്ടാ ഒരു ഹായ് ആണ്. യൂട്യൂബ് വീഡിയോ എടുക്കുക. എല്ലാവരും ഒരു ഓണാശംസകൾ പറയാമോ?
ഗൈസ് ഇവിടെ മൊത്തം 3, 4, 5 അത്തം ഉണ്ടായിരുന്നു. അതിൽ ആദ്യം കിട്ടിയ ഫസ്റ്റ് പ്രൈസ് 5000 റുപ്പീസ് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കറിയില്ല ഈ ഒരു കണ്ടൻറ്റ് വെച്ചുകൊണ്ടായിരിക്കാം, കഥകളിയും അപ്പുറത്ത് വയനാടിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇവിടെ കൊടുത്തുകൊണ്ടായിരിക്കാം. എനിവേ സന്തോഷം ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൽ. 3 ചേച്ചിമാർ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമ്മുടെ അത്തം കാണാൻ വന്നിട്ട്. ചേച്ചി, നമ്മുടെ അത്തത്തിനെക്കുറിച്ച് 2 വാക്ക്. എങ്ങനെയുണ്ട്? നമ്മുടെ കൺസെപ്റ്റാണ് അപ്പുറത്ത് കഥകളിയുടെ പകുതി, ഇപ്പുറത്ത് ഉരുൾപെട്ടലും കേരളത്തിൻ്റെ. എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. യൂട്യൂബ് വീഡിയോ ഇടുകയാണേ, പറഞ്ഞു. ആ ഗൈസ്, മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുചിത്ര ചേച്ചി, നമ്മുടെ അത്തം എങ്ങനെയുണ്ട്? എന്നാ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നിറഞ്ഞ ഓണാശംസകൾ. 2 വാക്ക് നമ്മുടെ ഇതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. വെള്ളായണിയിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ വെള്ളായണിയിൽ നമ്മുടെ പോത്തീസ് എന്താണ് ഷോറൂമിൻ്റെ പോത്തീസ് ഹൈപ്പറിൻ്റെ ഫസ്റ്റ് ഓണാഘോഷമാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പോത്തീസിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ സ്റ്റാഫിൻ്റെയും ഒക്കെ നേരുന്നു. അതുപോലെ ബാധിച്ചേക്കും എല്ലാ യൂട്യൂബ് വീഡിയോസിനും നല്ല ലൈക്ക് ഉണ്ടാവട്ടെ. എല്ലാവരും ദയവ് ചെയ്ത് എല്ലാ വീഡിയോസും വളരെയധികം കണ്ടന്റ് ഉള്ളതാണ്. വളരെയധികം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നന്നായിട്ട് അറിയാം, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പോത്തീസിൻ്റെ സമയം നിശ്ചയിക്കുന്നത് സെൽവമാണ്, ടൈം കീപ്പർ. അവിടെ വരുന്നവരുടെ കോളുകൾ ചെക്കിന് ചെക്കൗട്ടൊക്കെ എഴുതുന്ന ശ്രദ്ധിക്കുന്നതാണ് സെൽവ. അപ്പോൾ എല്ലാവർക്കും തമ്മിലുള്ള ഒരു ഹാപ്പി ഓണം സെൽവ. ഹാപ്പി ഓണം. യൂട്യൂബ് വീഡിയോ എല്ലാവർക്കും, യൂട്യൂബ് ആക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം. യൂട്യൂബ് ആക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം. മറക്കാമ സബ്സ്ക്രൈബ് പണിക്കാതെ ഹാപ്പി ഓണം സെൽവ. ഹാപ്പി ഓണം ആശ്വാസം. ഗായ്സ്, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ്. അപ്പോൾ കേക്കട്ടാ, ഫസ്റ്റ് ടൈമാ കേരള இந்த மாதிரி ஃபர்ஸ்ட் டைமா எப்படி இருக்கு? അടിപൊളി அடிபொலி 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 இந்த மாதிரி தோத்தி எல்லாம் உடுத்து இந்த மாവേലി ഇതെല്ലാം ഫസ്റ്റ് ടൈമാ? ഇല്ലല്ല, ഞാൻ അവിടെ എറണാകുളത്തിലാണ്. ആൾറെഡി എറണാകുളം പോലീസിലെ സ്റ്റാഫാണ്. ഫസ്റ്റ് ടൈം. ഓക്കെ ട്രിവാൻഡ്രത്തിലെ ഒരു ഫസ്റ്റ് ടൈമാണ്. எப்படி இருந்துச்சு? நல்லா இருந்துச்சா? சூப்பர். அடிபொலி. சாப்பிட்டீங்களா? അപ്പോൾ എല്ലാം ലാസ്റ്റ് ഹാപ്പി ഓണം சொல்லுங்க. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഷോപ്പ് ഓപ്പണായി. 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഷോപ്പ് ഓപ്പണായി. പിന്നെ ഇനി ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് സദ്യയുണ്ട്. ഇവിടെ ഫ്രീ സദ്യയുണ്ട്. പോത്തീസ് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. 100-200 സംതിങ് സ്റ്റാഫ് ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇപ്പോൾ സദ്യയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച കൂടി കാണിച്ചു തരാം. ഗൈസ്, വിഭവസമൃദ്ധമായ ഊണില്ല സദ്യ. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചിട്ട് ഷോപ്പിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കുറേ ആൾക്കാർ ചോദിക്കുവാണ് എന്താണ് വീഡിയോ ഒന്നും ചെയ്യാറില്ല, ഒരിടത്തും പോകാറില്ലേ. ആക്ച്വലി ഒരിടത്തും പോകാറില്ല, ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി പോകുന്ന ടൈമിൽ എടുക്കുന്ന വീഡിയോസ് ഉറപ്പായി ഇടുന്നതായിരിക്കും. പിന്നെ ചുമ്മാ ഇന്നത്തെ ഒരു ഓണാഘോഷം ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ വെറുതെ എടുത്തതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് വെച്ച് പിടിക്കുക. താങ്ക് യു.